MJ സാറിനല്ലേ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? അല്ല, എന്റെ പ്രിയപ്പെട്ട അമ്മൂമ്മയ്ക്ക്. ബ്ലഡ് റിലേഷൻ ഇല്ല, പക്ഷെ ബ്ലഡ് റിലേഷൻ ഓക്കെ. ഇല്ല എന്ന് വെച്ചാൽ ബന്ധമില്ല. പക്ഷെ സോഷ്യൽ മീഡിയ കൂടെ എന്റെ പാട്ടൊക്കെ കണ്ട് എന്റെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് എന്നെ വിളിച്ച് എന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു അമ്മൂമ്മയാണ്. അമ്മൂമ്മ ആഗ്രഹിക്കുന്ന എന്തായാലും നടക്കുന്നുണ്ട്. അമ്മൂമ്മ ഭയങ്കര കൃഷ്ണഭക്തയാണ്. അതുകൊണ്ടാണ് ഞാൻ കൃഷ്ണന്റെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നത്. അമ്മൂമ്മ ഇപ്പൊ പറയുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ടോപ്പ് സിംഗറിൽ വരും എന്ന് പറഞ്ഞു. ഞാനിപ്പോ ഈ വേദി നിൽക്കുന്നുണ്ട്. AR റഹ്മാൻ സാർ മുന്നിൽ വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വന്നില്ലെങ്കിലും ഈയിടെ AR റഹ്മാൻ സാർ എന്റെ ഒരു പാട്ട് ഷെയർ ചെയ്തു. അത് പെരിയോനെ എൻ റഹ്മാൻ കുറച്ചു നാൾ മുന്നേ. വസുന്ധര. തൃശ്ശൂരാണ് വീട്. നമ്മുടെ മോനെ എത്ര അധികം സ്നേഹിക്കുന്നില്ലേ? അതിനെന്താണ് എത്ര അധികം നന്ദി പറയണം, എത്ര അധികം സ്നേഹം നമ്മൾ പറയണം, എത്ര സ്നേഹം മിണ്ടണം എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് നമ്മുടെ കുട്ടുപണി കുട്ടനാണ് അവൻ. അതെ അതെ. അമ്മയ്ക്ക് നിങ്ങളെ എല്ലാവരെയും കണ്ടപ്പോ നല്ല സന്തോഷമുണ്ട്. എങ്ങനെ പരിചയപ്പെട്ടു മോനെ? സോഷ്യൽ മീഡിയ വഴിയാണ് കുട്ടുമണിക്കുട്ടനെ പരിചയപ്പെട്ടത്. അമ്മൂമ്മയുടെ പേരുള്ള ഒരു പാട്ട് ഞാൻ അമ്മൂമ്മയ്ക്ക് ആദ്യമായിട്ട് പാടിത്തരാന്ന് പറഞ്ഞു. ചന്ദ്രകളഭം പാടിത്തന്നു എനിക്ക്. അങ്ങനെ കൂടുതലായിട്ട് അടുത്ത്. പിന്നെ ഞാൻ പറഞ്ഞ മോൻ ഇങ്ങനെ നല്ല നിലയിൽ എത്തും. അങ്ങനെ NG ശ്രീകുമാർ സാറിന്റെ കൂടെ ദുബായില് ഒരു ഷോയിൽ അവൻ പങ്കെടുക്കാൻ പറ്റിയവന്. അങ്ങനെ അവൻ നല്ല നിലയിലേക്ക് ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതെ, ആണ് ഏറ്റവും വലുത് പ്രാർത്ഥനയാണ്. അത് അമ്മൂമ്മയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ചെറുതല്ല. So you are a blessed child. താങ്ക് യു സർ. കുട്ടുമണി, എന്തോ നിനക്കിപ്പോ ഒരു പുതിയ പേര് വേണം കേട്ടാ. എന്താ? അമ്മൂമ്മക്കുട്ടൻ. താങ്ക് യു. അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഒക്കെ ഉള്ള വളരെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്കെല്ലാം നല്ലതായിട്ടാ തോന്നുന്നതാണ്. അതെ അതെ. ഇപ്പൊ എന്നെ പോലുള്ള ആൾക്കാരാണ് കുറ്റമൊക്കെ കണ്ടുപിടിക്കുന്നത്. അങ്ങനൊന്നും പറയല്ലേ. പക്ഷെ അമ്മൂമ്മ അങ്ങനെയല്ല, സ്നേഹം മാത്രമാണ്. ഇപ്പൊ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും സ്നേഹം മാത്രം കാണുന്നതാണ് അമ്മയും അമ്മൂമ്മയൊക്കെ. അപ്പൊ അമ്മൂമ്മയുടെ ഈ സ്നേഹം കിട്ടാനായിട്ട് നിനക്ക് എന്തോരം ഒരു ഭാഗ്യമാണുള്ളത്. താങ്ക് യു സർ. അത് മാത്രമല്ല, അവൻ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അതെ അതെ. അത് ഇങ്ങനെ ഒരു അമ്മൂമ്മയെ കണ്ടെത്തി ആ അമ്മൂമ്മ കൂടെ വന്ന് ഗുരുവായൂരിലുള്ള ഭഗവാനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, എന്റെ കുട്ടുമണിക്കുട്ടൻ ഇവിടെ ടോപ്പ് സിംഗറിൽ വരണം. അങ്ങനെ ആ പ്രാർത്ഥനയിലാണ് ഇവിടെ എത്തുന്നത് അല്ലേ? അപ്പൊ എല്ലാം അമ്മൂമ്മയുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് പലതും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതൊരു സംഭവം തന്നെയാണ്.